സാമ്രാജ്യത്വം, ദേശീയത, അതിനെ തകർക്കാൻ വേണ്ടി വർഗീയത. അതിൻ്റെ ഭാഗമായിട്ടാണ് 1923 വി ഡി സാവർക്കർ ഒരു ലഘുലേഖ എഴുതി. അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് വീട്ടിൽ ഹൗസ് അറസ്റ്റിൽ വന്നപ്പോഴാണ് അദ്ദേഹം എഴുതുന്നത്. ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം? ലഘുലേഖയുടെ പേരാണ് ആരാണ് ഹിന്ദു, ഹു ഈസ് എ ഹിന്ദു, വാട്ട് ഈസ് ഹിന്ദുത്വ. അതിന് ഹിന്ദു മതവുമായിട്ട് ബന്ധമില്ല എന്ന് അദ്ദേഹം, ഹിന്ദു മതം ഇല്ല. ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതം അങ്ങനെയൊന്നുണ്ടോ എന്ന് സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സംഘടനയാണ്. അത് പറയുന്ന ഹിന്ദു വംശം എന്നാണ്, ഹിന്ദു റേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഹിന്ദു റേസിൻ്റെ രാഷ്ട്രീയ ദർശനമാണ് ഹിന്ദുത്വം. അത് 1923 അദ്ദേഹം എഴുതി വെച്ചു. അത് പിന്നീട് അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് പിന്നീട് ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സമകാലീകനായിരുന്ന അദ്ദേഹം 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി. അതിൻ്റെ പ്രവർത്തകനായിരുന്നു ഡോക്ടർ BS മുൻഷി. അദ്ദേഹമാണ് യൂറോപ്പിൽ പോയി മുസോളിനിയുടെ സ്കൂളുകളൊക്കെ കണ്ട് ആ മാതൃകയിൽ ഇന്ത്യയിൽ ഇവരെ പരിശീലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അദ്ദേഹം 1936 മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന ഗ്രന്ഥം എഴുതിയത്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ സാവർക്കറുടെ കൃതിയാണ്. 1936 അദ്ദേഹം നിര്യാതനായതിനു ശേഷമാണ് ഗോൾവർക്കർ, MS ഗോൾവർക്കർ രംഗത്ത് വരുന്നതും. അദ്ദേഹം സർസംഘ് ചാലക് ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യ കാര്യദർശിയോ ആകുന്നതും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ബഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാര എന്ന പേര് മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ബഞ്ച് ഓഫ് തോട്ട്സിലും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇവരെന്താണ് ചെയ്തത്? ഇവർ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. RSS എന്ന സംഘടനയോ അന്നുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയോ. ഹിന്ദു മഹാസഭ 1950കളിൽ ദുർബലമായി, അതിൻ്റെ പ്രവർത്തനക്ഷമമല്ലാതായി. അതിൻ്റെ സ്ഥാനത്ത് വന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അത് ഇന്ത്യക്കകത്തും പുറത്തും ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ ധാരകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയിട്ടില്ല, നാട്ടുരാജ്യങ്ങളുടെ സമരത്തിൽ ഇടപെട്ടിട്ടില്ല. നാട്ടുരാജ്യങ്ങളുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്, രാജാക്കന്മാരുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ജന്മിത്തത്തിന് എതിരായിട്ട് സമരം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ജന്മിത്തത്തിനെതിരായിട്ട് സമരം ചെയ്ത മുസ്ലിങ്ങളെ, മലബാറിലെ മുസ്ലിങ്ങളെ അവർ ഇപ്പോഴും പിന്നെ കൊലയാളികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ 3 കാര്യങ്ങളിലും സമരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാക്കാൻ സാധിച്ചു? 950 വരെ അവർക്ക് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു. ചെറിയ ശാഖകൾ ഉണ്ടാക്കും, അതിൽ പ്രവർത്തിക്കുമെന്നുള്ളതല്ലാതെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും അകത്ത് അവരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നാഷണൽ കോൺഗ്രസ്സിനകത്ത്. 1940കളിലാണ് പ്രശ്നം സങ്കീർണമാകുന്നത്. എന്താ? ഈ ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പം വലിയ ശക്തമായി വരുന്നതും ഈ 2 നേഷൻ തിയറി, 2 രാഷ്ട്രങ്ങൾ ഇന്ത്യയിലുണ്ട്, 2 ദേശീയതകൾ ഇന്ത്യയിലുണ്ട്, അവയ്ക്ക് 2 രാഷ്ട്രം ഉണ്ടാകണമെന്നുള്ള സിദ്ധാന്തം ശക്തി പ്രാപിക്കുന്നത് എപ്പോഴാണ്? 1930കളിൽ തന്നെ തുടങ്ങിയെങ്കിലും 40കളിലാണ് ശക്തമായത്. അതിന് ശക്തമായതിന് വേറൊരു കാര്യമുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് മറ്റൊരു 2 നേഷൻ തിയറി പശ്ചിമേഷ്യയിൽ വന്നത്, സിയണിസവും ഇസ്ലാമിസവും. യൂറോപ്പിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ ജർമ്മനിയിലും ഫ്രാൻസിലും ഓസ്ട്രിയയിലുമൊക്കെയായി വികസിച്ചു വന്ന ഒരു സമ്പന്ന വർഗം അവർ ശത്രുക്കളായിട്ട് കണ്ടത് പണമിടപാട് നടത്തുകയും ബിസിനസ് നടത്തുകയും കച്ചവടം നടത്തുകയും കൊണ്ടിരിക്കുന്ന യഹൂദന്മാരെയാണ്. ജർമ്മനിയിലെ സാമ്പത്തിക രംഗത്ത് അവിടുത്തെ തദ്ദേശീയരായ ക്രിസ്തുമത വിശ്വാസികളായ ബിസിനസ്സുകാരെ, ഹൂഡികക്കാരെ, അതായത് മറ്റേ മണി ലെൻഡേഴ്സിനെയും ബിസിനസ്സുകാരെയും ശക്തിയായിട്ട് എൻ്റർപ്രൈസിംഗ് ആയിട്ട് യഹൂദന്മാർ വന്നു. അവർ തലമുറകളായിട്ട് അവിടെ താമസിക്കുക. യഹൂദന്മാർ അവിടെ എത്തിയിട്ട് കുറേ കാലമായി, എപ്പോഴെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. തലമുറയായിട്ട് അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച് അവരെ ശത്രുക്കളായിട്ടാണ്. സാമ്പത്തിക രംഗത്തെ അവർ തമ്മിലുള്ള തർക്കം, അതാണ് മുതലാളിമാർ തമ്മിലുള്ള തർക്കം ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ. ആ തർക്കത്തിൻ്റെ ഫലമായിട്ട് ഇവരെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു, നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടായതിൻ്റെ പേരാണ് ആൻറ്റി സെമിറ്റിസം, ആര്യവംശവാദം എന്ന് നമുക്ക് അവിടെ പറയാം. കാരണം ഹിറ്റ്ലർ പറഞ്ഞത് ഞാൻ ആര്യൻ വംശമാണ്, ശുദ്ധരക്തമാണെന്ന്. അതുകൊണ്ട് ആര്യനിസത്തിൻ്റെ ശത്രുവാര സെമിറ്റിക് വംശജരായ യഹൂദന്മാരാണ്. അതുകൊണ്ട് യഹൂദന്മാരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ആൻറ്റി സെമിറ്റിസം വന്നു. ആൻറ്റി സെമിറ്റിസം ഇങ്ങനെ ശക്തമായി വന്നപ്പോൾ സെമിറ്റിക് വംശജരായ യഹൂദന്മാർ അവരുടെ ശക്തി സംഭരിക്കാനും ഒരു ദേശീയത ഉണ്ടെന്ന് സ്ഥാപിക്കാനും വേണ്ടി 1897 തിയഡോർ ഹെഴ്സൽ എന്ന് പറഞ്ഞ ഹംഗറിക്കാരനായ യഹൂദ പണ്ഡിതൻ എഴുതിയതാണ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ എന്ന രാഷ്ട്രം.
അത് ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന ഐതിഹ്യ കഥയെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ രാമനെക്കുറിച്ച് ഇവിടെ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ശിവനെക്കുറിച്ച് പറയുന്ന പോലെയോ ഒക്കെ ഐതിഹ്യ കഥയാണ്, പുരാണ ഇതിഹാസങ്ങളിലുള്ള കഥകളാണ്, കൽപ്പിത കഥകളാണ്. അങ്ങനെ ഒരു ഇസ്രായേൽ രാഷ്ട്രമുണ്ടെന്ന് പറയും, ലോകത്തെങ്ങാടുമുള്ള പിന്നെ യഹൂദന്മാർ ചേർന്ന് ഒരു ദേശരാഷ്ട്രം രൂപീകരിക്കുന്ന സങ്കല്പം അദ്ദേഹം പറഞ്ഞു പരത്തി. അപ്പോൾ ഈ സങ്കല്പനം മനസ്സിൽ കയറിയാൽ പിന്നെ മാറില്ല. ഈ പ്രേമം പോലെയാണ്, കണ്ണി കാഴ്ചയില്ല. അതിങ്ങനെ അങ്ങ് വികാരമായിട്ട് പറഞ്ഞു, അടിസ്ഥാനം ഒന്നും വേണ്ട, പക്ഷേ ഒരു മാനസിക ഒരു മെൻറ്റാലിറ്റി എന്ന് പറയും. ഫ്രഞ്ചുകാരനായ ഒരു പണ്ഡിതൻ ഒരുപാട് ചർച്ച ചെയ്തത് മെൻറ്റാലിറ്റിയെക്കുറിച്ചാണ്, മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അങ്ങനെ വന്നു. അത് ജർമ്മനിയിൽ കമ്മ്യൂണലിസം, സെമിറ്റിക് വംശജരായ യഹൂദ വിദ്വേഷമാണ് വളർത്തിയതെങ്കിൽ ഈ തിയഡോർ ഹെഴ്സലിൻ്റെ ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്ന പുസ്തകത്തിൽ അവരുടെ ശത്രു സെമിറ്റിക് വംശജർ തന്നെയായ മുസ്ലിങ്ങളാണ്. സെമിറ്റിക് വംശജരായ മുസ്ലിങ്ങളാണ് യഹൂദന്മാരുടെ ശത്രു. ആര്യനെന്ന് പറയുന്ന നോർഡിക് വംശജരുടെ ശത്രുവാണ് യഹൂദന്മാർ. അതിൻ്റെ ഇന്ത്യൻ എഡിഷനാണ്. ഇന്ത്യയിലെ ആര്യവംശവാദം, നോർഡിക് ആര്യവംശവാദം ഇന്ത്യയിൽ വന്നപ്പോൾ അതിൽ അവിടെ ജർമ്മനിയിൽ യഹൂദന്മാരെ ശത്രുവാക്കി നിർത്തിയെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ശത്രുവാക്കി നിർത്തി. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന കാലഘട്ടമാണ്. 1919 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും 45 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്യുന്ന 20 ഇയേഴ്സ് ഇൻ്റർവാർ പീരീഡ്, 20 ഇയേഴ്സ് ക്രൈസിസ് എന്നൊരു ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഈ 2 നേഷൻ തിയറി വരുന്നത്. ഇന്ത്യയിലും 2 നേഷൻ തിയറിയുണ്ട്, പാലസ്തീനിലും 2 നേഷൻ തിയറിയുണ്ട്. പാലസ്തീനിൽ ഇപ്പോഴും വെടിവെച്ച നിലച്ചിട്ടില്ല. രണ്ടിൻ്റെയും പിന്നിൽ ആരാ? സാമ്രാജ്യത്വമാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. പിന്നെ അവരെ അമേരിക്കയും ഫ്രാൻസും ഒക്കെ സഹായിച്ചു. ഈ 2 നേഷൻ തിയറിയാണ് ആര്യവംശ സിദ്ധാന്തം ഒരു ഭാഗത്തും ഇസ്ലാമിക വിരോധം മറുഭാഗത്തും 1940കളിൽ തീവ്രമായി വന്നപ്പോൾ രാഷ്ട്രത്തെ രണ്ടായിട്ട് വിഭജിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവിടെയാണ് ഈ 2 കൂട്ടരും ഇന്ത്യയിൽ ശക്തിപ്പെട്ടത്. ഇസ്ലാമിക മൗലികവാദവും ഹിന്ദു മൗലികവാദവും. ഇസ്ലാമിക മൗലികവാദം ആ സമയത്ത് പൊന്തി വന്നതാണ്. നമ്മൾ ജമയത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു മദൂദി, ഹൈദരാബാദുകാരനാണ്, പിന്നെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. ജമയത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഇസ്ലാമിനകത്ത തീവ്രവാദം, സങ്കുചിത മതദേശീയവാദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹമാണ്. ഇപ്പുറത്ത് പിന്നെ ഈ RSSനകത്ത് ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ദർശനവും വന്നു. പക്ഷേ RSS കേസിൽ പ്രതിയായി, ഗാന്ധി വധത്തിൽ പ്രതിയായി, അതുകൊണ്ട് നിരോധിക്കപ്പെട്ടു. അപ്പോൾ നിരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സർക്കാരിന് എഴുതി കൊടുത്തു, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരല്ല, രാഷ്ട്രീയ പ്രവർത്തനവുമില്ല, ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം മാത്രമേ നടത്തുകയുള്ളൂ എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. 1950 ഭരണഘടന നിലവിൽ വന്നു. 51 അവസാനവും 52 ആദ്യമായിട്ട് ആദ്യത്തെ 1ാം ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി വേണം. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളില്ലാതെ നമ്മൾ അരാഷ്ട്രീയം പറഞ്ഞാലും ജനാധിപത്യം നിലനിൽക്കുകയാണെങ്കിൽ എന്തു വേണം? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് മത്സരം. ആ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവേണ്ടി വന്നു. അങ്ങനെ അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനസംഘം. 52 തെരഞ്ഞെടുപ്പിൽ അവർ 3 സീറ്റിലാണ് വിജയിച്ചത്. 1967 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. നെഹ്റു മരിക്കുന്നു, തൊട്ടു പിന്നാലെ ശാസ്ത്രി വന്നു, ശാസ്ത്രിയും മരിക്കുന്നു. ശാസ്ത്രിയുടെ മരണശേഷമാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് 1967. നിങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 67 തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ വോട്ടർമാരായിരിക്കില്ലെങ്കിലും ചിലരെങ്കിലും വോട്ടർമാർ കാണും, അല്ലെങ്കിലും അന്ന് വിദ്യാർത്ഥി ജീവിതത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന കാലമായിരിക്കും. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ വന്നു. 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ. കേരളത്തിൽ EMSൻ്റെ നേതൃത്വത്തിലുള്ള സപ്തമുന്നണി മന്ത്രിസഭ, തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMK മന്ത്രിസഭ, ഒറീസയിൽ ബിജു പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒഡീഷ കോൺഗ്രസിൻ്റെ പിന്നെ ഒരു ഇത്, ബംഗാളിൽ അജിത് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാ കോൺഗ്രസും പിന്നെ CPM CP എല്ലാം കൂടി ചേർന്നുള്ള മന്ത്രിസഭ, ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ UPയിൽ, പഞ്ചാബിൽ അകാലികളുടെ നേതൃത്വം. അങ്ങനെ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ വന്നു. പിന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ ക്ഷീണമുണ്ടായി. ആ തിരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന് 35 സീറ്റാണ് കിട്ടിയത്. 3-ൽ നിന്നും 35-ലേക്ക്. 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ അവസാനിച്ചപ്പോൾ 77-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അതിൻ്റെ പേരാണ് ജനതാ പാർട്ടി. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന്, അതിൽ മുഖ്യ കക്ഷി പിന്നെ നമ്മുടെ ജനസംഘമായിരുന്നു. അവർ മത്സരിച്ചു.
തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു, മന്ത്രിസഭയുണ്ടാക്കി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരികയും ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ. അന്ന് ജനസംഘത്തിൻ്റെ വിഹിതം 94 സീറ്റായിരുന്നു. 3, 35, 94. 84 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ അത് ഒക്ടോബറിലാണ്. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്ന് ബി ജെ പി വന്നു. ജനസംഘം മാറി ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരവർ മാറ്റിയെടുത്തു. 2 സീറ്റേ കിട്ടിയുള്ളൂ. കാരണം അനുതാപ തരംഗം വന്നു. പിന്നീട് അങ്ങോട്ട് അവരെ ഗ്രാഫ് ഉയരുകയാണ്. 98 ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ചു വാജ്പേയിയുടെ നേതൃത്വത്തിൽ. 13 ദിവസമേ നീണ്ടുന്നുള്ള മുന്നണി കാലുമാറിയതിനാൽ നടന്നില്ല. 99 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ളൊരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും 3-4 കക്ഷികളെ കൂട്ടിച്ചേർത്ത് NDA എന്ന് പറയുന്ന മുന്നണി ഉണ്ടാക്കി. 2004 വരെ അവർ ഭരിച്ചു. 99 വിജയത്തിന് അവരെ സഹായിച്ച ഒരു കാര്യം കാർഗിൽ യുദ്ധമാണ്. രക്തസാക്ഷികൾ വോട്ടായിട്ട് മാറും. പക്ഷേ 2004 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 9 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. 9 തെരഞ്ഞെടുപ്പിൽ 116 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ 116 സീറ്റ്. ആ 116 2014 282 മാറിയത്. ഈ ഗ്രാഫാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിനിടയ്ക്ക് അവരെന്ത് രാഷ്ട്രീയ സമരം നടത്തി? എന്ത് തൊഴിലാളി സമരം? അവർ തൊഴിലാളി സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് AITUCയുടെയോ CITUവിൻ്റെയോ നേതൃത്വത്തിലാണ്. അല്ലാതെ ഒറ്റയ്ക്കൊരു സമരം അവർ നടത്തിയത്. തൊഴിലാളി മേഖലയിൽ ഐക്യത്തിന് വേണ്ടി അവർ കൂടെ നിൽക്കും. പക്ഷേ സ്വന്തമായിട്ടൊരു സമരം അവർ നടത്തിയിട്ടില്ല. ആഹ്വാനം അത് ഇടതുപക്ഷ സംഘടനകൾ മാത്രമേ INTUCയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന AITUCയോ CITU ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ഗ്രാഫ് അവരുണ്ടാക്കിയത്. പ്രത്യേകിച്ച് 1950കൾക്ക് ശേഷം 47 തൊട്ട് പ്രശ്നം തുടങ്ങി. എന്താ 47 പ്രശ്നം? ബ്രിട്ടൻ ഇന്ത്യയെ 2ആയി വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും. പാകിസ്ഥാനെന്നും ഇന്ത്യയിൽ നിന്നുള്ള 2 ഡൊമിനിയനുകൾ നിലവിൽ വരും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടോ ബ്രിട്ടീഷ് സർക്കാരുമായിട്ടോ കരാറുകൾ ഒപ്പിട്ട ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമാവും. ആ കരാറുകളെല്ലാം റദ്ദാവും. കാരണം ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ കരാറുണ്ടാക്കിയത് ആര് തമ്മിലാണ്? 2 പേരും, ഞാനും നിങ്ങളും തമ്മിൽ കരാറുണ്ടാക്കും. നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ കരാർ റദ്ദാവും. കരാറുകളെല്ലാം റദ്ദാവുമെങ്കിൽ നാട്ടുരാജ്യങ്ങൾ മുഴുവൻ സർവ്വതന്ത്ര സ്വതന്ത്രമാവും. ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് ഒപ്പിട്ട കരാറുകൾ റദ്ദാവുമെങ്കിൽ മുല്ലപ്പെരിയാർ കരാറും റദ്ദായി. നമ്മൾ അറിഞ്ഞില്ല. 77 പിന്നെ പുതുക്കി കൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്നത്. പുതുക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകും. ഒക്കില്ല എന്ന് പണ്ട് പറഞ്ഞെങ്കിൽ പറ്റില്ല. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. എല്ലാ കരാറുകളും റദ്ദായി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 600 നാട്ടുരാജ്യങ്ങൾ, 602 രാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ അവസ്ഥ എന്താ? പാകിസ്ഥാൻ, ഇന്ത്യ, 600 നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ 602 സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളാണ് 47 നിലവിൽ വരുന്നത്. ബ്രിട്ടീഷുകാർ വിട്ടേച്ചു പോയ ഇന്ത്യയിൽ മാത്രമേ കോൺഗ്രസ്സിന് അധികാരമുള്ളൂ, അല്ലെങ്കിൽ ലീഗിന് അധികാരമുള്ളൂ. ബ്രിട്ടീഷുകാർ വിട്ടേച്ചു പോയ പാകിസ്ഥാനിൽ മാത്രമേ കോൺഗ്രസ്സിനോ, അവിടെ കോൺഗ്രസ് ഇല്ല, ഇന്ത്യൻ നാഷണൽ ലീഗിനോ ഉണ്ടാവുകയുള്ളൂ. ബാക്കി നാട്ടുരാജ്യങ്ങളോ? അവിടെ ഒന്നും നാഷണൽ കോൺഗ്രസ്സിന് പ്രത്യേകതയൊന്നുമില്ല. കോൺഗ്രസ്സിന് അവിടെ ഘടകങ്ങളില്ല, ഉള്ള സ്റ്റേറ്റ് കോൺഗ്രസ്സാണ്. ഈ നാട്ടുരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു രാഷ്ട്രങ്ങളാണ്. ഹിന്ദു രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. ഈ ഹിന്ദു രാജാക്കന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഹിന്ദു മഹാമണ്ഡലമുണ്ടാക്കാനായി ശ്യാമപ്രസാദ് മുഖർജിയും അന്നത്തെ നേതാക്കളും കൂടി ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടുരാജ്യങ്ങളിലെല്ലാം കണ്ടു. തിരുവിതാംകൂറിൽ വന്നു, കൊച്ചി രാജാവിനെയും തിരുവിതാംകൂർ രാജാവിനെയും കണ്ടു. ഇവിടെ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഹിന്ദുക്കളുടെ ഐക്യമാണ് വേണ്ടത്. ഹിന്ദു രാജാക്കന്മാരുടെ ഐക്യം കൊണ്ട് മാത്രം നിൽക്കില്ല. രാജാക്കന്മാർക്ക് പിന്തുണ കൊടുക്കുന്ന ആരാ? ജനങ്ങളിൽ ഭൂരിപക്ഷം ആരാ? അമുസ്ലിം, അക്രൈസ്തവ വിഭാഗം. ഞാൻ ഹിന്ദു എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കുന്നത് ഈ സന്ദർഭത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടാണ്. അമുസ്ലിങ്ങളും അക്രൈസ്തവരുമായ ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ആ ജനങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ജാതികളായിട്ടാണ് നിൽക്കുന്നത്. ഈ ജാതികളെല്ലാം ഹിന്ദുക്കളാണ്. 50-ലെടുത്ത നിലപാടാണ്. അക്രൈസ്തവരും അമുസ്ലിങ്ങളുമായ ഇന്ത്യൻ ജനത മുഴുവൻ, അത് ഗോത്രവർഗ്ഗക്കാരായിരുന്നാലും ആദിവാസികളായിരുന്നാലും കടൽ തൊഴിലാളികളായിരുന്നാലും അവരാരാണ്? അവർ ഹിന്ദുക്കളാണ്. ആ ഹിന്ദു ഐക്യബോധം
വളർത്തിയെടുക്കാനാണ് അവർ 50 മുതൽ 25 തുടങ്ങി പ്രത്യേകിച്ച് 50-ന് ശേഷം ശ്രമിച്ചത്. അതിലവർ വിജയിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം. അതിനവരെ സഹായിച്ചതാരാ? അവരെ സഹായിച്ചത് കോർപ്പറേറ്റുകളാണ്. തിരുവിതാംകൂറിലെ ഏറ്റവും അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സംഘടനകൾ ഏതാ? NSSഉം SNDPയും. രണ്ടു കൂട്ടരും സംഘപരിവാറിൻ്റെ വ്യാഖ്യാനപ്രകാരം ഹിന്ദുക്കളാണ്, പക്ഷേ തമ്മിലടിയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ, ചാന്നാർ എന്നാണ് അന്നത്തെ പേര്. 1920-ൽ മദ്രാസ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ഈ ചാന്നാര നാടാരാക്കിയത്. അവരാരാ? ക്രിസ്തുമത്തിൽ കുറേ പേരെ ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഹിന്ദു നാടാരുണ്ട്, കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. കാരണം ക്രിസ്ത്യൻ വധുവിനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്തുമത്തിൽ ചേർന്നാലേ വധുവിനെ കിട്ടുള്ളൂ എന്നൊരവസ്ഥ അവരുടെ ഇടയ്ക്കുണ്ട്. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ സാമൂഹ്യശാസ്ത്രപരമായിട്ട് പോകണം. നമ്മുടെ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ആ വഴിക്ക് പോയാലേ പറ്റൂ. അപ്പോൾ ഹിന്ദുക്കളാണ്. പക്ഷേ നായന്മാരും നാടാന്മാരും തമ്മിൽ കുഴിത്തറയിൽ വെടിവെപ്പ് 1954. തിരുവനന്തപുരത്തിന് വടക്കോട്ട് നായന്മാരും ഈഴവരും തമ്മിൽ, മധ്യ തിരുവിതാംകൂറിൽ നായന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ. കോമൺ ഫാക്ടർ നായരാണ്, പ്രതിസ്ഥാനത്ത് എപ്പോഴും അയാളാണ്. വടക്കൻ കേരളത്തിലും അടി നടക്കുകയാണ്. അപ്പോൾ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരിൻ്റെ അല്ലെങ്കിൽ ഒരു ലേബലിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ കലഹിക്കുന്നതും അടിക്കുന്നതും ശരിയാണോ? ഇല്ല. അവരെ ഐക്യപ്പെടുത്തണം. ഐക്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1949-50 ശ്യാമപ്രസാദ് മുഖർജി തിരുവനന്തപുരത്ത് വരികയും മന്നത്ത് പത്മനാഭനുമായിട്ടും ആർ ശങ്കറുമായിട്ട് ചർച്ച നടത്തുകയും അത് നമ്മളറിഞ്ഞത് പ്രധാനമന്ത്രിയായതിനു ശേഷം മോഡി പറഞ്ഞപ്പോഴാണ്. മോഡി ഇത് പറഞ്ഞു, ശ്യാമപ്രസാദ് മുഖർജി കേരളത്തിൽ വന്നിട്ടുണ്ട് 1950 ഇവിടെ ആരും അറിഞ്ഞില്ല. അങ്ങേര് രഹസ്യമായിട്ട് വന്നു, ഇവിടെ രണ്ടുപേരെയും കണ്ടു. രണ്ട് നേതാക്കന്മാരാണ്, രണ്ട് സംഘടന നേതാക്കന്മാർ. അവരെ കണ്ട് തടസ്സം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ജാതി സൂചകമായ വാലുകൾ ഉപേക്ഷിക്കണം. ജാതി സൂചകമായ പേരുകളുണ്ട്. ഇപ്പോൾ എൻ്റെ പേരിൻ്റെ വാലുണ്ട്, മറ്റു പലരുടെയും പേരിൽ എന്തെങ്കിലും ജാതി സൂചകമായ പേരുകൾ, അത് ഉപേക്ഷിക്കണം. അങ്ങനെയാണ് മന്നത്ത് പത്മനാഭ പിള്ള എടുത്തത്. അന്ന് ഇടതുപക്ഷം PSPക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കളിയാക്കി മന്നത്ത് പത്മനാഭനെ കളിയാക്കിയതാണ്. എന്താണ്? മന്നത്ത് പത്മനാഭൻ പിള്ള എടുത്തു. അന്ന് പിള്ള എടുക്കുക എന്ന് വെച്ചാൽ അബോർഷന് പറയുന്ന പേരാണ്. അന്ന് അബോർഷൻ നാട്ടിൻപുറത്താണല്ലോ, ഈ ആശുപത്രി പോക്ക് കുറവാണല്ലോ, അതാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അമുസ്ലിങ്ങളും അക്രൈസ്തവരുമായ ഇന്ത്യൻ ജനതയെ ജാതികളായി വേറിട്ട് തമ്മിലടിച്ച് കലഹിച്ച് തലകീറിക്കൊണ്ടിരുന്നപ്പോൾ അവരെ ഒരു ഐക്യപ്പെടുത്തി കൊണ്ടുവരുന്നതിന് 50-ൽ തുടങ്ങിയ ശ്രമം 2014 വിജയം കണ്ടു, 19-ൽ വിജയം കണ്ടു, 24-ലും ആ വിജയമാണ് കണ്ടത്. അവരുടെ വോട്ട് ബാങ്ക് നോമിനലായിട്ട് ചില മണ്ഡലങ്ങൾ കുറഞ്ഞു കൂടി എന്നൊക്കെ പറയാം. ഉത്തരേന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യ പ്രശ്നം ഉണ്ടായത് ഹിന്ദുസം തന്നെയാണ്. കാരണം ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഒന്ന് കർഷക സമരങ്ങൾ അവിടെ നടക്കുന്നു. ആ കർഷക സമരങ്ങളെ നേരിട്ട രീതിയോട് കർഷകർക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ കർഷക സമരങ്ങളിൽ പോലും കർഷകരുടെ അടിസ്ഥാന പ്രശ്നമല്ല അവിടെ ഉന്നയിക്കപ്പെട്ടത്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകരുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം. കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം കർഷകൻ്റെ ഒരു ജന്മവാസനയാണ്. സ്വന്തമായിട്ട് 4 സെൻറ്റ് ഭൂമിയുണ്ട്. കേരളത്തിൽ അത് കിട്ടിയത് 1957 നിയമപ്രകാരം 1970 ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം കേരള സർക്കാർ പുറപ്പെടുവിച്ചപ്പോഴാണ് ജന്മിത്വമില്ലാതായി. നമ്മുടെയൊക്കെ ഭൂമിയുടെ ഉടമസ്ഥൻ ആരായിപ്പോൾ? നമ്മുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥൻ സർക്കാർ. അതുകൊണ്ടാണ് നമ്മൾ കരം കൊടുക്കുന്നത്. നമ്മൾ ഭൂനികുതി കൊടുക്കുന്നുണ്ടോ? ഭൂനികുതി ഇല്ലാതെ വസ്തു വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ നോക്കില്ലല്ലോ. ആ ഭൂനികുതി കൊടുക്കുന്ന ആർക്കാ? സർക്കാരിന്. അപ്പോൾ ഭൂമി ആരുടെ വകയാണ്? സർക്കാർ. നേരത്തെ ആരുടെ വകയായിരുന്നു? ജന്മിയുടെ വകയായിരുന്നു. കുറേ ഭൂമി സർക്കാരിൻ്റെ പണ്ടാര വക എന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. ഇപ്പോഴും ലക്ഷദ്വീപിന് പറഞ്ഞ പണ്ടാര ഭൂമി എന്നല്ലേ, സർക്കാരിൻ്റെ വക. അല്ലാത്ത ഭൂമി ജന്മിയുടെയാണ്. അപ്പോൾ ജന്മിത്വം അവസാനിപ്പിച്ചു, ഭൂമിയെല്ലാം സർക്കാർ. 1970 അപ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ പോലും സംഭവിച്ചിട്ടില്ല. 10,000-കണക്കിന് ഏക്കർ കൈവശം വയ്ക്കുന്ന ഭൂസ്വാമിമാർ, ലാൻഡ് ലോട്ട്സ്, ഭൂ ഉടമകളെന്ന് പറയാൻ പറ്റില്ല, ഭൂസ്വാമിമാരവിടെയുണ്ട്. അവരുടെ പ്രശ്നമല്ല കർഷക സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കർഷകർക്ക് മിഡിൽ പെർസെൻ്റ് എന്ന് പറയുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം കൊണ്ട് വിൽക്കാൻ അവരുടെ ചന്ത ഉണ്ടായിരുന്നു, മാണ്ടി. ആ മാണ്ടിയുടെ സ്ഥാനത്ത് സൂപ്പർ മാർക്കറ്റ് വരുമെന്ന് പുതിയ സർക്കാർ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ
ഇന്ത്യയിലെ മൊത്തം കമ്പോളത്തെ അവർക്ക് സൂപ്പർ മാർക്കറ്റുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റും. സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നിൽ മൂലധനം മുടക്കുന്ന ആരാ? കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾ മൂലധനം മുടക്കി കഴിഞ്ഞാൽ ഏകീകൃത കമ്പോളം വരും. ഇപ്പം തന്നെ GST വന്നപ്പോൾ ഏകീകൃത കമ്പോളം വന്നു. കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ എന്താ? നമ്മൾ GST ആദ്യം സ്വാഗതം ചെയ്തു, ഇപ്പോൾ വിനയായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈതീട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. നമുക്ക് അർഹതപ്പെട്ടത് പണ്ട് നമ്മൾ സെയിൽ ടാക്സ് പിരിച്ച് ഇവിടുത്തെ വരുമാനം, ഏറ്റവും നല്ല വരുമാന മാർഗ്ഗം ഏതായിരുന്നു? സെയിൽ ടാക്സും രജിസ്ട്രേഷനും റവന്യൂ ഒക്കെ ആയിരുന്നു നമ്മുടെ വരുമാന മാർഗ്ഗം. അത് പോയി, അത് കേന്ദ്രം കൊണ്ടുപോയി. ഇനി കേന്ദ്രം വിഹിതം ഇങ്ങോട്ട് തരണം. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സംഭവിക്കുന്നത് എന്താ? നമ്മൾ പണം കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുക്കണം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ 60-40 അല്ലെങ്കിൽ 30-70 എന്നുള്ള പ്രൊപ്പോർഷനിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കും. ഇപ്പോൾ SS കേരള, വിദ്യാഭ്യാസ വകുപ്പിൽ SS കേരള, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ടാവും, സംസ്ഥാന സർക്കാർ ഒരു വിഹിതം വിടണം. അത് സംസ്ഥാന 2 സർക്കാരിലും കൂടി എഗ്രിമെൻ്റ് ആക്കും. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് നിങ്ങളുടെ പണം ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇടണം. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ബെനിഫിഷ്യറിക്ക്, ഗുണഭോക്താവിന് അവരെ അക്കൗണ്ടിൽ ചെല്ലും. അപ്പോൾ അവരെ അക്കൗണ്ടിൽ ചെല്ലുന്ന ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചെല്ലുന്നത്? കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ചെല്ലുന്നത്. പക്ഷേ പണം ആരുടെയാണ്? നമ്മുടേതാണ്. വിഴിഞ്ഞം നാളെ, അതോ മറ്റന്നാൾ നമ്മൾ സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെ കമ്പിത ഗാത്രരായി നിൽക്കുകയാണ്. കമ്പിത ഗാത്രത്തോടെ എന്നൊക്കെയാണല്ലോ കവിത. മൊത്തം 9,000-ഓളം കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ ഉള്ളത്. 5,495 കോടിയാണ് കേരളത്തിൻ്റെത്. 2,454 കോടിയോ മറ്റോ ആണ് അദാനിയുടേത്. 818 കോടിയോ മറ്റോ ആണ് കേന്ദ്രത്തിൻ്റെത്. പദ്ധതി പൂർത്തിയാകുന്നു, കപ്പലെടുക്കുന്നു, ട്രാൻസ്മിഷൻ തുടങ്ങുന്നു, ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങി ഇവിടെ ഇറക്കി വലിയ ചെറിയ കപ്പലിൽ കയറ്റി വേറെ കൊണ്ടുപോകുന്നു. നമുക്കെത്രയാണ് വിഹിതം കിട്ടുക? കേരള സർക്കാരിൻ്റെ ഖജനാവിൽ എത്ര കിട്ടും? ചില്ലി കാശ് കിട്ടൂല. 20 കൊല്ലം കഴിഞ്ഞാൽ 1% തരും. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ കിടക്കണം 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്ന്. 10 പിന്നെ എന്താ മൂക്കോളം മറ്റേ പിന്നെ 3 ആളോ 4 ആളോ എന്ന് ചോദിക്കും പോലെ, മൂക്കറ്റ മുങ്ങിയാൽ പിന്നെ 3 ആളോ 4 ആളോ എന്ന് പറഞ്ഞതുപോലെയാണ്. 10 കൊല്ലം 935 തൊട്ട് കിട്ടും 1%. അപ്പോൾ ബാക്കി ശതമാനം എല്ലാം ആര് കൊണ്ടുപോകും? അദാനി കൊണ്ടുപോകും. തൊട്ടിപ്പുറത്ത് വിമാനത്താവളം അവൻ എടുത്തു. നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? കേരള സംസ്ഥാനത്തിന് കിട്ടുന്ന ഗുണം ഖജനാവിലേക്കല്ല, ഒരു റിംഗ് റോഡ് പണിയുന്നുണ്ട് നാവായിക്കുളം. അപ്പോൾ അതിലേക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുറേ കാശ് സർക്കാരിന് നഷ്ടപ്പെടും, പക്ഷേ ജനങ്ങൾക്ക് കിട്ടും. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടാക്കാം. നമ്മളൊരു കണ്ടെയ്നറൊക്കെ ഉണ്ടാക്കി എടുത്തിരുന്നാൽ വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വാഹനം ഓടിച്ച് നമുക്ക് ജീവിക്കാം. അവിടെ ഇപ്പോൾ വിഴിഞ്ഞത്തും പരിസര പ്രദേശത്തും പുതിയ സംസ്കാരം വരും. കാരണം വിദേശികൾ വന്നിറങ്ങും, സ്വദേശികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ. കാരണം ഒരുപാട് അന്താരാഷ്ട്ര സംവിധാനം, വിമാനത്താവളത്തിൽ എത്രയായിരം ജീവനക്കാരുമാണ്, അത്രയും അവിടെയും വേണം. വിമാനം ഇറങ്ങുമ്പോഴും അല്ല കപ്പൽ വരുമ്പോഴും. കാരണം അന്താരാഷ്ട്ര പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ വിളമ്പാനുള്ള മദ്യശാലകളോ ഭക്ഷണശാലകളോ ഒക്കെ അവിടെ വികസിക്കാതെ നടത്തുന്ന നാട്ടുകാരായിരിക്കും. കിട്ടുന്നതും അവർക്ക് തന്നെയായിരിക്കും. അങ്ങനെ ചില സൗകര്യങ്ങൾ കേരളത്തിനുണ്ടാകുമെന്നല്ലാതെ 1%, ഒരു ചില്ലി കാശ് പോലും കേരള സർക്കാരിന് 10 കൊല്ലത്തേക്ക്, എൻ്റെ പഴയ കണക്കനുസരിച്ച് 20 കൊല്ലമാണ്, കിട്ടില്ല. അതിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സഹായിച്ചാൽ ഈ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ, അതായത് ഹിന്ദു എന്ന് പറയുന്ന വികാരം ഉൽപ്പാദിപ്പിക്കാൻ, ആ ഉൽപ്പാദനം ഫലപ്രദമായി രാഷ്ട്രീയ വോട്ടായിട്ട് മാറാൻ സഹായിച്ചത് കോർപ്പറേറ്റുകളാണ്.